എൻ.എസിന്റെ വീട്ടിലേക്ക് എം.എ. ബേബി എത്തി. CPM ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട എം.എ. ബേബി എൻ. ശ്രീധരന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ ഭാര്യ പത്മാവതി ടീച്ചറെ സന്ദർശിച്ചു. എം.എ. ബേബി വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാവായിരുന്ന കാലത്ത് പാർട്ടിയിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ചുമതലയുണ്ടായിരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. CPM നേതാക്കളും പ്രവർത്തകരും എൻ.എസിന്റെ വീട്ടിലെത്തിയിരുന്നു. CPM ദേശീയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട എം.എ. ബേബിയാണ് തന്റെ രാഷ്ട്രീയ ഗുരുക്കളിൽ പ്രധാനിയായ എൻ. ശ്രീധരന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ ഭാര്യ പത്മാവതി ടീച്ചറെ സന്ദർശിച്ചു. എം.എ. ബേബി വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാവായിരുന്ന കാലത്ത് പാർട്ടിയിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ചുമതലയുണ്ടായിരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു NS. അക്കാലത്താണ് SFIയുടെ സംസ്ഥാന ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് എം.എ. ബേബി എത്തിയത്. ഈ സന്ദർഭങ്ങളിലെല്ലാം എൻ. ശ്രീധരനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. അക്കാലത്തെ യുവ നേതാക്കളിൽ പ്രമുഖനായിരുന്നു എം.എ. ബേബി. അദ്ദേഹത്തിന്റെ മരണശേഷവും ഓർമ്മദിനങ്ങളിൽ ബേബിയും ഭാര്യ ബെറ്റിയും മുടങ്ങാതെ NSന്റെ കുലശേഖരപുരം പുളിനിൽക്കും കോട്ടയിലെ വസതിയിലെത്തുമായിരുന്നു. ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം കഴിഞ്ഞ ദിവസമാണ് എം.എ. ബേബിയും ഭാര്യ ബെറ്റിയും പത്മാവതി ടീച്ചറെ കാണാനെത്തിയത്. NSനോടൊപ്പം നിരവധി തവണ വന്നിട്ടുള്ള വീട്ടിൽ പാർട്ടി ജനറൽ സെക്രട്ടറിയായി എത്തിയ എം.എ. ബേബിയെ പാർട്ടി പ്രവർത്തകരും പത്മാവതി ടീച്ചറും ചേർന്ന് വികാരനിർഭരമായി സ്വീകരിച്ചു. മുദ്രാവാക്യം വിളികളോടെയാണ് പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചത്. CPM ജില്ലാ സെക്രട്ടറി S. സുദേവൻ, പത്മാവതി ടീച്ചർ എന്നിവർ ചേർന്ന് ഷാൾ അണിയിച്ചു. പഴയകാല ഓർമ്മകൾ പങ്കിട്ട ശേഷം പ്രവർത്തകരുമൊത്ത് ഫോട്ടോയും എടുത്തതിനു ശേഷമാണ് എം.എ. ബേബി കൊല്ലത്തേക്ക് മടങ്ങിയത്. CPM നേതാക്കളായ T. മനോഹരൻ, P.B. സത്യദേവൻ, P.R. വസന്തൻ, P.K. ബാലചന്ദ്രൻ, P. ഉണ്ണി, C. രാധാമണി, B. കൃഷ്ണകുമാർ, D. രാജൻ, V.P. ജയപ്രകാശ് മേനോൻ, വസന്ത രമേശ്, A. അനിരുദ്ധൻ, മിനിമോൾ നിസാം തുടങ്ങിയവരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.